ഇന്ന് നമ്മുടെ കുടുംബ ട്രസ്റ്റിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറുമോളുടെ ഇപ്രാവശ്യം കളിച്ച ഫോക്ക് ഡാൻസും ഉണ്ട് കേട്ടോ. അതിന് സെൽഫ് മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഞാനവളെ തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ. പാറുമോളുടെ സ്റ്റഡ് കമ്മൽ കാണാനുണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ഒരുപാട് നേരം നിന്ന് പരുതി നമുക്ക് കമ്മൽ കിട്ടി, ഒരു ശങ്കീരി കിട്ടിയില്ല കേട്ടോ. പക്ഷേ അതും പിടിച്ചിരിക്കാൻ നിന്നില്ല, വേഗം തന്നെ മേക്കപ്പ് തുടങ്ങി. കാരണം അവിടെ 2 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയാണ്. ഞങ്ങൾ 4 മണിയായിട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്തെ കൊച്ചായും അമ്മയൊക്കെ ഇതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സാധനം കയ്യിൽ കിട്ടിയില്ല ഗൈസ്. ഇപ്പോൾ ഒരു തുള്ളി സ്വർണം പോയി, എന്തോരം കാശല്ലേ പോണത്. ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല, കാരണം ക്രാവ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമില്ലല്ലോ. ഇനി വന്നിട്ട് വേണം തപ്പാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോമഡി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളിടുന്നത് ഈ 2 ചെരുപ്പാണ് കേട്ടോ. അയ്യോ, ഇത് ഒരു പോയിൻറ്റ് ഹീലാണ് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല ഫ്ലവേഴ്സൊക്കെ ഇടുന്നതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് പക്ഷേ ഉണ്ടല്ലോ ഹീൽസ് യൂസ് ചെയ്യാത്ത, എത്ര പോയിൻറ്റ് ഹീൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 1 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങൾ ഹീലേ യൂസ് ചെയ്യാത്ത ആൾക്കാരായിരുന്നു. ഞങ്ങൾക്കിതിപ്പോൾ കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓണത്തിനൊക്കെ നമുക്ക് തകർക്കാം. കല്യാണങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലേ ഇപ്രാവശ്യമല്ലേ, ഇത് ചിങ്ങമാസം കഴിഞ്ഞ കല്യാണ സീസണാണ്. അതിന് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ എൻ്റെ കളർ ചേഞ്ച് ഞാൻ കീത്തൂനും ഇട്ടു. അപ്പോൾ അവളുടെ കാലിന് ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇവർ, നല്ല ഭംഗിയുള്ള 2 സാൻഡിൽസാണ്. അപ്പോൾ ഇതിട്ടിട്ട് പോയി. ചേട്ടന്മാരും വരുന്നില്ല, കാരണം അവർക്ക് അവിടെ ബിസിനസ്സിൻ്റെ തിരക്കാണ്. പാറു ഇവിടെ സൈൻ ചെയ്യാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അവൾക്ക് സ്വന്തമായി നല്ലൊരു സൈഡ് ഉണ്ട്. അപ്പോഴായിട്ടാണ് അറിയണത്. അമ്മയും മോളുടെയും പ്രോഗ്രാമാണ് നിങ്ങൾ ഇപ്പോഴേ കാണാൻ പോകുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ പാറു ഇങ്ങനെയൊക്കെ കളിക്കും. ഇനി നമ്മുടെ പാറുമോളുടെ ഡാൻസ്. സ്കൂളിൽ കളിച്ചേക്കാളും ഒരുപടി നല്ല രീതിയിൽ കളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് കളിച്ച് മറിഞ്ഞായിരുന്നു കേട്ടോ ആൾ. ഈ കളി കഴിയുമ്പോഴത്തേനും അല്ലുമോൻ ഭയങ്കര വാശിയായി. അച്ഛമ്മേനെയും പാറുക്കുട്ടിനെയും നമ്മൾ അവിടെ നിർത്തിയിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടന്മാരെ വിളിച്ചിട്ട് തിരിച്ച് പോകേണ്ട അവസ്ഥയായി.